ഇന്നത്തെ ടാസ്കിൽ നടന്ന ആ ഒരു വൃത്തികെട്ട ഗ്രൂപ്പുകൾ എപ്പിസോഡിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ജിൻഡോ മാത്രമല്ലായിരുന്നു ഇതിനകത്തെ മെയിൻ ഇരയായിട്ട് വന്നത്. ഋഷി, അർജുൻ എന്നിവരും ഇതിൻ്റെ അകത്തൊരു മെയിൻ ഇരകൾ തന്നെയാണ്, വിക്ടിംസ് തന്നെയാണ്. പരാജയപ്പെടാൻ കാരണം ശശി കോംബോ തന്നെയാണ്. ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് ഇവർ ഒതുക്കി വിട്ടതെന്നുള്ളൊരു കാര്യമുള്ളൂ. അർജുന്റെ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്ത് നന്ദനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര അരോചകമായിരുന്നു. കാരണം നന്ദനെ ആരും ആക്രമിക്കുന്നത് കാണുന്നില്ല, കാരണം ആക്രമിക്കുന്നില്ല. അതാണ് അതിൻ്റെ അത് കാര്യം. പുറകെയുള്ള സിജോ നന്ദനയുടെ ചാക്ക് ബാഗിന്റെ നാരില് പോലും തൊടുന്നത് കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപാട് നേരം നന്ദനയുടെ ആ ഒരു ചൊറിച്ചില് അർജുൻ സഹിച്ചു കേട്ടോ. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോ അർജുൻ സൈ കെട്ട് നന്ദനെ വാരി എടുത്ത് തറയിലടിച്ചു. അല്ല പിന്നെ ഞാനായിരുന്നില്ല അങ്ങനെ തന്നെ ചെയ്തേനെ. കാരണം ഇതിൻ്റെ അകത്ത് നന്ദനയ്ക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് വളരെയധികം എവിഡന്റ് ആണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നന്ദനയ്ക്ക് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഇത് കിട്ടിയത്. ഇപ്പൊ സിജോ പുറകെ ഓടിയിട്ട് സിജോ തൊടുന്നു പോലുമില്ല. സിജോയും നന്ദനെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നു എന്ന് പറഞ്ഞാലും മത്സരം കാണാനേ ഇല്ലാതെ രണ്ടുപേരും നമ്മള് ഗെയിം കാണാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആ രീതിയിലൊരു കളിയാണ് കളിച്ചത്. ഫേവർ ചെയ്തുള്ള കളിയാണ് നടന്നത്. അങ്ങനെയാണ് അർജുൻ ഔട്ടായത്. ഋഷിയുടെ കാര്യം പരിതാപകരമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. സിജോ, സായി രണ്ട് ഏട്ടായിമാരും കൂടി നിന്നിട്ട് ഋഷിയെ വളഞ്ഞിട്ടടിയായിരുന്നു. പാവം തോന്നിപ്പോയി ഋഷിയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട്. അതേ റൗണ്ടിൽ തന്നെ ജിൻഡോയും ഉണ്ട്. പക്ഷെ നന്ദനയുടെ ചെസ് നമ്പർ 2 ആക്ട് ആയിരുന്നു അരങ്ങേറിക്കൊണ്ടിരുന്നത്. അർജുൻ എന്തോ ആക്രമിച്ചു എന്ന് വരുത്തി തീർത്ത് വിജയിച്ച മട്ടില് സെയിം അടവ് ജിൻഡോയ്ക്ക് നേരെ ഇറക്കി നോക്കി. പക്ഷെ ഒന്നുമില്ല, പുള്ളിയുടെ ബാഗിന്റെ തൊളയിൽ കൈയിട്ട് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട്. നന്ദനെ വിശേഷിപ്പിക്കാൻ ഇറിറ്റേറ്റിംഗ് എന്ന വാക്ക് മതിയാവാതെ വരും ഇന്നത്തെ എപ്പിസോഡിന്. അത് അത്രയ്ക്ക് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു നന്ദന. അത് എപ്പിസോഡിൽ വീണ്ടും കണ്ടു നോക്കിയാൽ മനസ്സിലായി. ഇറിറ്റേറ്റിംഗ് ആയിരുന്നു, ചൊറിച്ചിലായിരുന്നു നന്ദനയുടെ വക. ഇപ്പോൾ ജിൻഡോ പുള്ളിക്കാരിയെ വെറുതെ വിടുന്നൊന്നുമില്ല, കൈ എടുത്തിട്ട് കയറ് വെച്ച് കെട്ടിപ്പൂട്ടി വെച്ചു. അല്ല പിന്നെ നന്ദനയുടെ ചൊറിച്ചിലിന് നന്ദനയ്ക്ക് അത് തന്നെ കിട്ടണം. എന്തായാലും ഓവറോൾ ഋഷി, അർജുൻ, ജിൻഡോ എന്നിങ്ങനെ 3 സ്ട്രോങ് പ്ലെയേഴ്സിനെ 3 ഡിഫറെന്റ് രീതിയിൽ പരാജയപ്പെടുത്തിയിട്ടാണ് നന്ദനയും ആംഗ്ലമാരും ഈ ഒരു ടാസ്ക് ജയിച്ചത്. നോറ ക്വിറ്റ് ചെയ്ത് പോവുകയായിരുന്നു. അതുകൊണ്ട് നോറയുടെ പേരൊന്നും ഈ കൂട്ടത്തിൽ പറയാൻ പറ്റില്ല. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ ഇതും പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അഭിഷേക് ടിക്കറ്റ് ഫിനാലെ ജയിച്ചു, ഫൈനലിസ്റ്റുമായി. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.